ഹലോ, ഇന്ന് നമുക്ക് നമ്മുടെ പ്രാക്ടീസ് ഷീറ്റിൽ ചൂണ്ടുവിരലിന് താഴെയായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു സിമ്പിൾ ഡിസൈൻ ഒന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ 4 കേർവ് ആയിട്ടുള്ള ലൈൻസ് കൊടുക്കാം. ലൈൻസ് വരച്ചതിന് ശേഷം അതിന്റെ സെന്റർ പോർഷനിൽ താഴെയായിട്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സ്പൈറലും കൂടെ വരച്ചു കൊടുക്കാം. ഇനി ആ സ്പൈറലിന് മുകളിലായിട്ട് 3 കേർവ് ആയിട്ടുള്ള പെറ്റൽസും കൂടെ വരച്ചു കൊടുക്കാം. ഈ വരച്ച പെറ്റൽസിന് മേലെ അതേ ഷേപ്പിൽ തന്നെ ഒരു ലൈനും കൂടെ വരച്ചു കൊടുക്കാം. എന്നിട്ട് അതിന്റെ മേലായിട്ട് ഒരു പെറ്റലും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ പറയുന്നത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കണം. ഇനിയിപ്പോൾ വരച്ച എല്ലാ പെറ്റൽസിന്റെ അകത്തും ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചെയ്ത ഈ ഒരു ഫ്ലവറിന് താഴെയായിട്ട് ഒരു ഫ്ലവറും കൂടെ റിപ്പീറ്റ് ചെയ്ത് വരച്ചു കൊടുക്കാം. അതായത് സ്പൈറൽ വരച്ച് പെറ്റൽസ് വരച്ച് പിന്നെ അത് ഫില്ലും കൂടെ ചെയ്ത് കൊടുത്താൽ സംഭവം തീർന്നു. ഈ ഫ്ലവർ വരച്ചതിന്റെ അടുത്തുള്ള ഗ്യാപ്പിൽ ഇതിന്റെ തന്നെ ഒരു മിനി വേർഷനും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആദ്യം വരച്ച ഈ ഫ്ലവർ റിപ്പീറ്റ് ചെയ്ത് ഈ മേലെ ഭാഗത്ത് ഒന്നും കൂടെ വരച്ചു കൊടുക്കാം. എന്നിട്ട് അതും ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി താഴെ വരച്ച ഫ്ലവറിന്റെ മിനി വേർഷൻ മേലെ കൂടെ ഗ്യാപ്പ് കറക്റ്റ് ആക്കി വരച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ എന്താ, താഴേക്കായിട്ട് വരച്ച 2 ഫ്ലവറിന്റെ സെന്റർ പോർഷനിലായിട്ട് ഇതേപോലെ കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതേപോലെ തന്നെ വേണമെന്നില്ല, നിങ്ങൾ ഇഷ്ടം പോലെ വൈൻസോ ലീഫോ ഏതെങ്കിലും ഒന്ന് മതിയാവും. ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ മഴത്തുള്ളി ഷേപ്പിൽ 3 ലൈൻസും കൂടെ വരച്ചു കൊടുത്ത് നേരത്തെ വരച്ച പെറ്റൽസ് അതിൽ കൂടെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഗ്യാപ്പുള്ള പോർഷൻസിലൊക്കെ ഇതേപോലെ വൈൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്ത് സെറ്റ് ആക്കാം. താഴെ 2 ഫ്ലവറിന്റെ സെന്ററിലായിട്ട് ചെയ്ത ആ ഒരു ഡിസൈന് മേലെ ആ കുഞ്ഞു ഫ്ലവറിന്റെ മുകളിലായിട്ട്, അതായത് നടുവിരലിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ആദ്യം ചെയ്യാൻ പറഞ്ഞ ആ 4 കേർവ് ആയിട്ടുള്ള ലൈൻസിന്റെ സെന്ററത്തെ 2 ലൈനും തിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ ലൈൻസ് ആഡ് ചെയ്ത് കൊടുത്ത് ഡോട്ട്സും പിന്നെ വൈൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ സംഭവം സെറ്റ്. അപ്പൊ ഇങ്ങനെ ഓണൊക്കെ വരല്ലേ. അപ്പൊ ഈ ഒരു സിമ്പിൾ ഡിസൈൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ ശരി, വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ മറക്കണ്ട കേട്ടോ.